മറിച്ച് ഭഗവത്ഗീതയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രീമദ് ഭഗവത്ഗീത കയ്യിൽ വെക്കുക. ആലസ്യം, പ്രമാദം, ഉറക്കൊക്കെ പതുക്കെ മാറ്റിവെക്കുക. പച്ചക്കറി അറിയുന്നവരും ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നവരൊക്കെ കുറച്ചു നേരം ശ്രദ്ധിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ആദ്യം ശ്രീ മംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിക്കാനുണ്ടായിട്ടുള്ള ആ സാഹചര്യം, അതുപോലെ തന്നെ അവസാന ശ്രമങ്ങള്, മാധ്യസ്ഥ ശ്രമങ്ങള്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇനി നാം പതുക്കെ ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. യുദ്ധം അനിവാര്യമായി തീർന്നു. എല്ലാ ദൂതുകളും മധ്യസ്ഥ ശ്രമങ്ങളും എല്ലാം പരാജയപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഗോവിന്ദൻ തന്നെ ദൂതിന് പോയി. പക്ഷെ ആരും തന്നെ അംഗീകരിച്ചില്ല. ശരി, അർദ്ധരാജ്യം വേണ്ട, ഇന്ദ്രപ്രസ്ഥം വേണ്ട, ഞങ്ങൾക്ക് 5 ഗ്രാമങ്ങൾ മതി, അവിടെ സുഖമായിട്ട് കഴിയാമെന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ. 5 വീടായാലും മതി, ഒരു കൊട്ടാരമായാലും ഒരു ഹവേലി ആയാലും മതി, ഞങ്ങൾ സന്തുഷ്ടരായിട്ട് അവിടെ ഭരിച്ചു കൊള്ളാമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയോ അല്ല സൂചി കുത്തുവാനുള്ള സ്ഥലമോ തരില്ല. അങ്ങനെ മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം അല്ലെങ്കിൽ 18ാം യുദ്ധം അനിവാര്യമായി തീർന്നു. യുദ്ധവേദിയെല്ലാം നിശ്ചയിച്ചു. വിശാലമായി കിടക്കുന്ന കുരുക്ഷേത്ര ഭൂമി, 2 യോജന നീളവും 2 യോജന വീതിയും. 1 യോജന എന്ന് പറഞ്ഞ 13.5 കിലോമീറ്റർ. വളരെ വലിയൊരു പാടത്തിന്റെ, നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോൾ നിലം അല്ലെങ്കിൽ വലിയൊരു പാടം സങ്കല്പിച്ചാൽ മതി. പാടമല്ല, സമതലമാണ്, എന്നാലും നിങ്ങളുടെ ആ വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് അത്രയും വിശാലമായിട്ടുള്ള ഭൂമി സമനിരപ്പായത് തിരഞ്ഞെടുത്തു. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയും തിരഞ്ഞെടുത്തു. നോക്കൂ, സനാതനധർമ്മത്തിന്റെ മൂല്യം നോക്കൂ. നല്ലതായാലും ചീത്തയായാലും അതിന് ശുഭദിനം തിരഞ്ഞെടുക്കുന്നു, ശുഭവേദിയും തിരഞ്ഞെടുക്കുന്നു. അതാണ് നമ്മുടെ ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ സനാതന മതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ അന്യമതങ്ങളിലേക്ക് ചേക്കേറുന്നത്. ഇപ്രകാരം യുദ്ധം അവിടെ ആസനസ്ഥമായി, യുദ്ധവേദിയെല്ലാം നിശ്ചയിച്ചു, യുദ്ധം ആരംഭിച്ച സമയത്ത്
സഞ്ജയൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവാകട്ടെ വളരെയധികം ശോകമോഹത്തോടു കൂടിയിട്ട് എന്താണ് നടക്കുന്നതെന്നറിയാതെ അന്ധത ബാധിച്ചു, മനസ്സിനും അന്ധത ബാധിച്ചു. അദ്ദേഹം ഒരു വെരുകിനെ പോലെ കൊട്ടാരത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിയാനായിട്ട് ആരംഭിച്ചു. സഞ്ജയൻ അതിരാവിലെ തന്നെ പോവും, ബ്രാഹ്മമുഹൂർത്തത്തില്, അർദ്ധരാത്രിയാവും തിരിച്ചു വരാനായിട്ട്, വീണ്ടും പോകും. അങ്ങനെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വ്യഗ്രത കൊണ്ടു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ യുദ്ധം നടക്കുന്ന ആ യുദ്ധകളത്തിൽ നിന്ന്, കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന്, അവിടെ നിന്ന് ദൂതന്മാരും ചാരന്മാരും സന്ദേശവാഹകരുമെല്ലാം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി. ഹസ്തിനാപുരത്തിലെത്തി അവർ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ആര്യപുത്ര, യുദ്ധം അവിടെ വളരെയധികം നാശനഷ്ടങ്ങള് വിതച്ചിരിക്കുന്നു. നമുക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അനേകം മഹാരഥികളും അതിരഥികളും രഥികളുമെല്ലാം മരിച്ചു. ആനകളും രഥങ്ങളും കുതിരകളുമെല്ലാം താറുമാറായി. അർജുനനും ഭീമസേനനും നമ്മുടെ മുഴുവൻ സേനയെയും തല്ലിത്തകർത്തു. എന്തിനധികം പറയുന്നു, സർവസൈന്യാധിപകനായിട്ടുള്ള സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള വീരശൂര പരാക്രമിയായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ നിലംപതിച്ചു. ഇത് കേട്ടതോടു കൂടിയിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് മോഹാത്സ്യപ്പെട്ട് നിലംപതിച്ചു. എല്ലാവരും വന്നു, അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു, സിംഹാസനത്തിലിരുത്തി, വീശിക്കൊടുത്തു, വെള്ളമെല്ലാം തെളിച്ചു, ജലപാനീയങ്ങളെല്ലാം നൽകി. ഓർമ്മ വന്ന് സ്വബോധം വന്നപ്പോ, സഞ്ജയ എവിടെയാണ് നീ? സഞ്ജയ വരൂ. സഞ്ജയന് മാത്രമേ വിശ്വാസമുള്ളൂ, ഹൃദയം സൂക്ഷിപ്പുകാരനാണ്. സഞ്ജയൻ വന്നു. സഞ്ജയ വരൂ, എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ കണ്ടിട്ടും കുറച്ച് ദിവസങ്ങളായല്ലോ. യുദ്ധമെല്ലാം ആരംഭിച്ചുവോ? സഞ്ജയൻ പറഞ്ഞു, യുദ്ധമെല്ലാം ആരംഭിച്ചു. ശരി, എന്താണ് സംഭവിച്ചത്? വേഗം പറയാൻ പറഞ്ഞു. സഞ്ജയൻ യുദ്ധാരംഭം മുതല് അന്ന് വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് സംതൃപ്തി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സഞ്ജയ, നീ ആ യുദ്ധ ദിനം മുതല്, എന്നാണ് യുദ്ധം ആരംഭിച്ചത്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ തലേദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം, ഒന്നൊഴിയാതെ. എല്ലാം സത്യസന്ധമായിട്ട്, ധർമ്മിഷ്ഠനായിട്ട്, ധർമ്മത്തിന്റെ ഭാഗം ചേർന്ന് എല്ലാം ഒന്നൊഴിയാതെ, ഒന്നും വിട്ടുകളയാതെ എനിക്ക് വിശദീകരിച്ചു തരണം എന്ന് പറഞ്ഞു. നീ കണ്ടുവോ, നീ കേട്ടുവോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ധൃതരാഷ്ട്ര മഹാരാജാവേ, എന്റെ ആധ്യാത്മിക ഗുരുവായിട്ടുള്ള വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട്, അദ്ദേഹം നൽകിയ ആ ദിവ്യനേത്രത്താൽ ഞാൻ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടു. മാത്രമല്ല നേരിട്ടും ഞാൻ കണ്ടു കുറച്ച് കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ രാജസദസ്സിലിരുന്നു കൊണ്ട്, ഇവിടെ ആ കൊട്ടാരത്തിലിരുന്നു കൊണ്ട്, ദിവ്യചക്ഷുസ് കൊണ്ട്, ദിവ്യനേത്രങ്ങളാൽ ഞാനത് മനസ്സിലാക്കി. മാത്രമല്ല അവരുടെ മനോഗതം കൂടി അറിയാനുള്ള ഒരു മന്ത്രം കൂടി വേദവ്യാസ മഹർഷി എനിക്ക് ഉപദേശിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെയും അർജുനന്റെയും അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മനോഗതം കൂടി എനിക്ക് അറിയാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാനതെല്ലാം അങ്ങേക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ശരി, നീ വിശദമായിട്ട് പറയൂ എന്നുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കാൻ പോകുന്നത്. ശ്രീമദ് ഭഗവത്ഗീത ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിന്റെ 18 പേജുകളാണ്. അതില് 6ാമത്തെ പർവമായിട്ടുള്ള 1,217 ശ്ലോകങ്ങളോടൊത്ത മഹാഭാരതത്തിന് 18 പർവങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതില് ഉപപർവമായിട്ടും പിന്നെ അതിനെ അധ്യായങ്ങളായിട്ടും വീണ്ടും വേർതിരിച്ചിട്ടുണ്ട്. അതില് 6ാമത്തെ പർവമായിട്ടുള്ള സർവസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മ പിതാമഹനെ നിയമിച്ച ആ പർവത്തെയാണ് ഭീഷ്മപർവം എന്ന് പറയുന്നത്. ഭീഷ്മപർവത്തില് 13ാം അധ്യായം മുതലാണ് ഈ ഭഗവത്ഗീത പർവം എന്ന് പറയുന്ന ഉപപർവം ആരംഭിക്കുന്നത്. അങ്ങനെ 13, 14, 15, 16, 17 തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളില് ഓരോ രാജാവിനെ കുറിച്ചും, അവരുടെ ആയുധങ്ങളെ കുറിച്ചും, അവരുടെ കൊടിക്കൂറകളെ കുറിച്ചും, അവരുടെ രഥത്തെ കുറിച്ചും, അവരുടെ കുതിരകളെ കുറിച്ചും, മാത്രമല്ല അവരുടെ പദവികളെ കുറിച്ചും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ചതുരംഗ സേനയെ കുറിച്ച് പറയുന്നുണ്ട്, ശംഖുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് 25ാം അധ്യായം മുതലാണ് ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അതായത് ഭീഷ്മപർവത്തിലെ 25ാം അധ്യായമാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ 1ാം അധ്യായം. അങ്ങനെ 25 മുതൽ 42 അടക്കമുള്ള 18 അധ്യായങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളായിട്ട് വന്നു ചേർന്നിരിക്കുന്നത്. ഇതില് ഭഗവാനാണ് കൂടുതൽ സംസാരിച്ചത്. ഭഗവാൻ 574 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അർജുനനാകട്ടെ 84 ശ്ലോകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ലേഖകനായിട്ടുള്ള നമ്മുടെയെല്ലാം സ്വന്തം പക്ഷക്കാരനായിട്ടുള്ള സഞ്ജയനാകട്ടെ 41 ശ്ലോകങ്ങൾ പറയുകയുണ്ടായി. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ആദ്യത്തെ ഒരു ശ്ലോകം മാത്രമേ ഇതിലുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ധൃതരാഷ്ട്ര മഹാരാജാവിനെ ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കുകയില്ല. ഭഗവത്ഗീത കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം വരുന്നത്. ഇപ്രകാരം 574, 84, 41, 1 700 ശ്ലോകങ്ങളാണ് 18 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകം പഠിക്കാം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം അഥവാ അർജുന വിഷാദ യോഗം. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഈ ശ്ലോകത്തിന്റെ വിവർത്തനം. ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് പറഞ്ഞു, അല്ലയോ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതിന്റെ രക്തം ചുരുക്കമായ ഗീതാ മാഹാത്മ്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങൾ ഒന്നുമില്ലാതെയും സനിത്കർഷം വായിക്കേണ്ടതാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നു തന്നെ ആ ഉപദേശം കേട്ട് ഗ്രഹിച്ച അർജുനന്റെ വഴി. ഗുരുശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ശ്രീമദ് ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റു ആധ്യാത്മിക കൃതികളിൽ ഉള്ളതെല്ലാം ശ്രീമദ് ഭഗവത്ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ വിശേഷത. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്ര മഹാരാജാവുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത്. കുരുക്ഷേത്ര ഭൂമിയിലെ പോർനിലത്ത് വെച്ചാണ് ഇതിന്റെ ഉൽപ്പത്തി എന്നും നമുക്കറിയാം. സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു കുരുക്ഷേത്രം. മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇവിടെ ധർമ്മക്ഷേത്ര എന്ന വാക്ക് വളരെ സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ ഭാഗത്താണല്ലോ. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്ര മഹാരാജാവിന് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം തന്റെ കാര്യസ്ഥനും മന്ത്രിയുമായ സഞ്ജയനോട് ഇപ്രകാരം ചോദിക്കുന്നു: അവർ എന്തു ചെയ്തു എന്ന്. തന്റെ മക്കളായ കൗരവരും പാണ്ഡുവിന്റെ മക്കളായ പാണ്ഡവരും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ അവിടെ പോർനിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് ആഗ്രഹിച്ചില്ല. തന്റെ മക്കളുടെ ഭാവിയെ പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയാണ് യുദ്ധത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ട് എത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്ര മഹാരാജാവിന് വ്യക്തമായി അറിയാം. വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡു മഹാരാജാവിന്റെയും മക്കൾ. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തന്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തന്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ബന്ധത്തിന്റെ പ്രത്യേകത ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. ധർമ്മപിതാവായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പുത്രന്മാരായ
ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിര മഹാരാജാവിന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിന് പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കാൻ പോകുകയാണ്. ഈ ഒരു ശ്ലോകത്തോട് കൂടിയിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ നേരത്തെ പറഞ്ഞ ഭീഷ്മപർവത്തിലെ 25-ാം അധ്യായം ആരംഭിക്കുന്നത്. ആകെ ഒരു ശ്ലോകം മാത്രമേ ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം പറയുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ. നോക്കൂ, ഭാരതം പരിപാവനമായിട്ടുള്ള ഒരു തീർത്ഥാടന സ്ഥലമാണ്. ലോകത്തിന് മുഴുവൻ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനവും സമാധാനവും എല്ലാം കാലങ്ങൾക്ക് മുമ്പേ പ്രദാനം ചെയ്തിരുന്ന ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. ഭാരതവർഷം, ഭാരതഖണ്ഡം എന്നറിയപ്പെടുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രദേശമാണ്. കാരണം ഇതിലെ സകല സ്ഥലങ്ങളും ധർമ്മവേദികളാണ്, ധർമ്മത്തിന് അനുസാരികളാണ്. എവിടെയാണ് നാം ചെന്നെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ചെന്നാലാണ് നമുക്ക് സുഖവും ശാന്തിയും മോക്ഷവും പരമപദപ്രാപ്തിയുമെല്ലാം നൽകുന്നത്, അതാണ് ആ ധർമ്മവേദികൾ അല്ലെങ്കിൽ ധർമ്മസ്ഥലങ്ങൾ അല്ലെങ്കിൽ ധർമ്മക്ഷേത്രങ്ങൾ. അനേകം സ്ഥലങ്ങളുണ്ട്. കാശി, കാഞ്ചി, അവന്തിക, വൈശ്വാലി, ദ്വാരക, പുരി, കേദാർനാഥ്, ബദരീനാഥ്, പാടലിപുത്രം, ഹസ്തിനാപുരം, കുരുക്ഷേത്രം, അല്ലെ, അങ്ങനെ അനേകം സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 108 പുണ്യസ്ഥലങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തില്. വെറുതെ ചെന്നാൽ മതി, നിങ്ങൾ അവിടെ നിന്നാൽ മതി ഒരു മണിക്കൂർ, നിങ്ങളുടെ സകല പാപങ്ങളും നശിക്കും. ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ, കുരുക്ഷേത്ര ഭൂമി നേരത്തെ പറഞ്ഞു 2 യോജന നീളവും 2 യോജന വീതിയിലും പരന്നു കിടക്കുന്ന വിശാലമായിട്ടൊരു സമതല പ്രദേശമാണ്. അനേകം നീരുറവകളും ഔഷധ സസ്യങ്ങളും വൃക്ഷലതാദികളും കൊണ്ടിട്ട് ഇങ്ങനെ സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലം. ദേവന്മാർക്ക് പോലും ദേവഭൂമിയാണ് അത്. അതുകൊണ്ടാണ് അത് തെരഞ്ഞെടുത്തത്. കുരുക്ഷേത്രം ദേവാനാം ദേവയജനം. ദേവന്മാര് അവിടെ അവർക്ക് യജിക്കുവാനായിട്ട്, അവരെന്തെങ്കിലും പാപങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പാപനിവൃത്തിക്കായിട്ട് വന്ന് തപസ്സനുഷ്ഠിക്കുന്നത്, ഒളിച്ചു താമസിക്കുന്നത്, അല്ലെങ്കിൽ ദാനധർമാദി കർമ്മങ്ങൾ ചെയ്യുന്നത്, പൂജകൾ ചെയ്യുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്. ആലോചിച്ച് നോക്കൂ. ഭാരതത്തില് അവിടെ ദേവഭൂമിയിൽ സ്ഥലമില്ലാണ്ടാണോ, അല്ലെങ്കിൽ ബ്രഹ്മഭൂമിയില് അല്ലെങ്കിൽ ബ്രഹ്മലോകത്തില് സ്ഥലമില്ലാണ്ടാണോ? അല്ല, ഭാരതത്തില് ഈ ഭൂമിയിൽ വരണം. ക്ഷീണേ പുണ്യേ മർത്യ ലോകം വിശന്തി. ഏത് ലോകങ്ങളിൽ പോയാലും പുണ്യം ക്ഷയിച്ച് പുണ്യമാർജിക്കുവാൻ എവിടെ വരണം? നിങ്ങള് ഈ ഭാരത ഭൂമിയിൽ വരണം, അല്ലെങ്കിൽ ഭൂമിയിൽ വരണം, പ്രത്യേകിച്ചും ഭാരതത്തില്. അങ്ങനെ ദേവാനാം ദേവയജനം കുരുക്ഷേത്രം ഇത് നാമമുച്ചത്. ദേവന്മാർക്ക് ദേവയജനം ചെയ്യാനുള്ള വേദിയായതുകൊണ്ടാണ് ഇതിനെ ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. മാത്രമല്ല സർവേഷാം ഭൂതാനാം ബ്രഹ്മസദനം, സർവചരാചരങ്ങൾക്കും മനുഷ്യർക്കും മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും എല്ലാവർക്കും ആ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു വേദിയാണ് കുരുക്ഷേത്ര ഭൂമി. അതുകൊണ്ടാണ് വേദവ്യാസ മഹർഷി രണ്ടാമതൊന്നും ആലോചിക്കാതെ യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചു മതി. അങ്ങനെയാണെങ്കിൽ അവിടെ വീരമൃത്യു വരിക്കുന്ന ക്ഷത്രിയ രാജാക്കന്മാർക്കും അവരെ സഹായിക്കുന്ന തൊഴിലാളികൾക്കും അവിടെയുള്ള ആനകൾക്കും കുതിരകൾക്കും ഇനി അവിടെ വരുന്ന കുറുക്കന്മാർക്കും കഴുകന്മാർക്കും എന്ന് വേണ്ട സകലർക്കും ആ സ്വർഗലോകത്തിൽ പോകാൻ സാധിക്കും, അല്ല ചിലപ്പോൾ ബ്രഹ്മലോകത്തിലും പോകാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് കുരുക്ഷേത്ര ഭൂമി യുദ്ധക്കളമായിട്ട് തെരഞ്ഞെടുത്തത്. സരസ്വതി നദിക്ക് തെക്കും ദൃശ്യദ്വതി നദിക്ക് വടക്കുമായിട്ടാണ് പരിപാവനമായിട്ടുള്ള ഈ കുരുക്ഷേത്ര ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഇത് സ്ഥാപിച്ചത്? കുരുമഹാരാജാവ് സംവരണൻ എന്ന് പറയുന്ന നമ്മുടെ ഹസ്തി മഹാരാജാവിന്റെ, ഹസ്തിനാപുരം പണി കഴിച്ചിട്ടുള്ള ഹസ്തി മഹാരാജാവിന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ് സംവരണൻ. അദ്ദേഹം സൂര്യപുത്രിയായിട്ടുള്ള തപതിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്നാണ് വീരശൂരപരാക്രമിയായിട്ടുള്ള കുരുമഹാരാജാവ് വന്നത്. കുരുജാങ്കലം എന്നായിരുന്നു അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിന് ആദ്യം പേരിട്ടത്. അങ്ങനെ അദ്ദേഹം തന്റെ രാജ്യമെല്ലാം ഹരിയാന, ഡൽഹി, ആ രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ വിസ്തൃതമായിട്ട് രാജസൂയയാഗം, അശ്വമേധയാഗമെല്ലാം നടത്തി ഇങ്ങനെ വിസ്തരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 60, 70, 80, 90 രാജസൂയയാഗങ്ങളെല്ലാം അദ്ദേഹം നടത്തി, അശ്വമേധയാഗങ്ങളെല്ലാം നടത്തി. ഇതെല്ലാം കണ്ടപ്പോ ദേവേന്ദ്രന് ഇരിക്കപ്പൊറുതിയില്ലാതായി. കാരണം ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയ പദവികൾ, സപ്തർഷികൾ തുടങ്ങിയതെല്ലാം പദവികളാണ്.
നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഗവർണർ എന്നെല്ലാം പറയുന്ന പോലെ ആരാണോ 100 അശ്വമേധയാഗങ്ങളും രാജസൂയ യാഗങ്ങളും നടത്തി ശതക്രതു എന്ന പദവിക്ക് അർഹനാകുന്നത്, ആ സമയത്ത് പഴയ ദേവേന്ദ്രനെ ഉടനെ തന്നെ പിടിച്ചു മാറ്റിയിട്ട് അവിടേക്ക് ഈ പുതിയ ആളെ നിയമിക്കും. അതാണ് വ്യവസ്ഥ. അങ്ങനെ ഈ ദേവേന്ദ്രനെ പലതവണ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ കസാരയെ മുറുകി പിടിച്ചിരിക്കുകയാണ് ദേവേന്ദ്രൻ. അല്ലെ? കസാര ആരാണ് ഉപേക്ഷിക്കുക? കസാരയെ ഉപേക്ഷിക്കാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം തന്നെയാണ് ദേവലോകത്തും പിതൃലോകത്തും ബ്രഹ്മലോകത്തും എല്ലായിടത്തും ഉള്ളത്. അതൊരു മാറ്റമില്ല. അങ്ങനെ ദേവേന്ദ്രൻ ഭയപ്പെട്ട് വേഗം തന്നെ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, കുരുമഹാരാജാവേ, എന്തിനാണ് താങ്കൾ ഇത്രയും യാഗങ്ങളെല്ലാം ചെയ്യുന്നത്? രാജാവ് പറഞ്ഞു, നോക്കൂ, എന്റെ പൂർവികര് ഇവിടെ ധർമ്മം വിളയിച്ചിരുന്നു, ഇവിടെ സന്തുഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ രാജാവായിട്ട് മഹാരാജാവായിട്ട് പദവിയിൽ വന്നതിന് ശേഷം എന്റെ വിളകളെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു, വരൾച്ച ബാധിച്ചിരിക്കുന്നു. എനിക്ക് യഥാർത്ഥത്തില് നല്ല കാലാവസ്ഥ കിട്ടുന്നില്ല, മഴ ലഭിക്കുന്നില്ല. ആളുകളെല്ലാം പകർച്ചവ്യാധി മൂലവും മറ്റു അസുഖം മൂലവും പെട്ടെന്ന് വാർദ്ധക്യം ബാധിച്ചു മരിക്കാൻ ഇടവരുന്നു. അതുകൊണ്ട് ഞാൻ ഈ അശ്വമേധയാഗങ്ങളും രാജസൂയ യാഗങ്ങളും എല്ലാം നടത്തി ഇവിടെ ധർമ്മം വിളയിക്കുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? പറഞ്ഞുകൊള്ളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞു. കാരണം ബ്രഹ്മാവിനെ എല്ലാം ഇനി തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ഇദ്ദേഹം എന്താണ് ചോദിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ദേവേന്ദ്രൻ ഭയപ്പെട്ടു. ബ്രഹ്മാവ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് കുടിലബുദ്ധിക്കാരനായിട്ടുള്ള ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങ് എന്തു ചോദിച്ചാലും ഞാൻ തരും, വിരോധമില്ല എന്ന് പറഞ്ഞു. ശരി, ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഇവിടെ മഴ പെയ്യിക്കണം എന്ന് പറഞ്ഞു. തഥാസ്തു, ശരി, സമ്മതിച്ചിരിക്കുന്നു. മഴയുടെ ദേവനാണ് ഞാൻ. അങ്ങേക്ക് ഇഷ്ടം പോലെ ഇവിടെ സമ്പൽ സമൃദ്ധിയായിട്ട് ഇവിടെ കൃഷി, നാണ്യവിളകള് എല്ലാം ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യിച്ചു കൊള്ളാം, നല്ല കാലാവസ്ഥ തന്നുകൊള്ളാം. പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചു. ധനം വേണോ താങ്കൾക്ക്? അനേകം സ്വർണ്ണ നാണയങ്ങൾ തരാം. ദേവസുന്ദരികള് വേണോ? അമൃത് വേണോ? എല്ലാം ഞാൻ തരാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചർച്ച പോലെ, അല്ലെങ്കിൽ ആ കുതിര നമ്മൾ പറയില്ലേ, കുതിരക്കച്ചവടം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു തന്ത്രമാണ് ദേവേന്ദ്രനെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അവസാനം രാജാവ് പറഞ്ഞു, ഒരു വ്യവസ്ഥ കൂടിയുണ്ട് ദേവേന്ദ്ര, അതും അംഗീകരിക്കണം എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ദേവേന്ദ്രനും പറഞ്ഞു, ശരി, പറയൂ, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ആരാണ് എന്റെ കുരുജാങ്കലത്തില്, ഈ കുരുക്ഷേത്ര ഭൂമിയില് മരിക്കുന്നത്, ഇഹലോകവാസം വെടിയുന്നത്, ഭൗതിക ശരീരം വെടിയുന്നത്, അദ്ദേഹം മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പക്ഷിയായിക്കോട്ടെ, കീടമായിക്കോട്ടെ, അല്ലെങ്കിൽ ശലഭമോ പന്നകമോ ഉരകമോ എന്തുമായിക്കോട്ടെ, അതെല്ലാം അങ്ങയുടെ സ്വർഗലോകത്തിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ദേവേന്ദ്രൻ പറഞ്ഞു, ശരി, തഥാസ്തു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അന്ന് മുതല് 5000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുന്നേ ആ കുരുമഹാരാജാവിന് കൊടുത്തിട്ടുള്ള വാക്കനുസരിച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ ആരാണ് മരിക്കുന്നത്, ആരാണ് സ്വാഭാവികമായിട്ട് മരിക്കുന്നത്, ആത്മഹത്യയില്ലാതെ മറ്റൊരു രീതിയിൽ മരിക്കുന്നത്, അവരെല്ലാം സ്വർഗലോകത്തിൽ എത്തിച്ചേരും. ചിലപ്പോൾ ഉന്നത ലോകങ്ങളിലേക്കും ഉത്കൃഷ്ട ലോകങ്ങളിലേക്കും ബ്രഹ്മസദനം ആ ബ്രഹ്മലോകത്തിലേക്കും എത്തിച്ചേരുമെന്നാണ് ഇന്നും വിശ്വാസമുള്ളത്. അതുകൊണ്ട് ആ പരിസരവാസികളെല്ലാം ആ വാർദ്ധക്യം ബാധിച്ച് മരണസമയം അടുക്കുമ്പോൾ അവരെല്ലാവരും ആ വയസ്സായിട്ടുള്ള മാതാപിതാക്കളെയും ആധ്യാത്മിക ഗുരുവിനെയുമെല്ലാം കുരുക്ഷേത്ര ഭൂമിയിൽ കൊണ്ടുവരുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള കുരുക്ഷേത്ര ഭൂമിയാണ് ഇവിടെ തെരഞ്ഞെടുത്തത്. കാരണം എന്താണ്? ധർമ്മക്ഷേത്രമാണ്. മഹാരാജാവ് അവിടെ ഉഴുതുമറിച്ചതാണ്. എന്ത് വിളയിക്കാൻ? ധർമ്മം വിളയിക്കുവാനായിട്ട്. അങ്ങനെ ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതൊരു ഭൂമിയിൽ ഏതൊരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലാണ് നാം ധർമ്മിഷ്ഠരാകുന്നത്, നമ്മുടെ ധർമ്മം പൂർണ്ണമാകുന്നത്, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രം. ധർമ്മപ്രദത്വാ ഇതി ധർമ്മക്ഷേത്ര. ധർമ്മം പ്രദാനം ചെയ്യുന്ന സ്ഥലമാണ് ധർമ്മക്ഷേത്രം. ക്ഷേത്രം വിളവ് തരുന്നത് പോലെ, ഒരു വയല് വിളവ് തരുന്നത് പോലെ ഈ ഒരു പുണ്യഭൂമി നമുക്ക് എന്താണ് തരുന്നത്? ധർമ്മം. അതുകൊണ്ട് ഇതിനെ ധർമ്മക്ഷേത്രം എന്ന് പറയുന്നു. ധർമ്മക്ഷയാ ത്രായതേ ഇത് ധർമ്മക്ഷേത്ര. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ധർമ്മത്തിൽ നിന്ന് ക്ഷയം സംഭവിക്കാതെ നമുക്ക് അഭിവൃദ്ധി തരുന്ന സ്ഥലമാണ് ധർമ്മക്ഷേത്രം. അതുകൊണ്ട് ധർമ്മക്ഷേത്രമാണ് കുരുക്ഷേത്രം. ധർമ്മത്തിന്റെ മൂല്യം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ
ധർമ്മഭൂമിയാണ് ഭാരതം, ധർമ്മഭൂമിയാണ് കുരുക്ഷേത്ര ഭൂമി. അങ്ങനെയിരിക്കുന്ന ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയില് സമവേദ യുജുത്സവ, സമവേദ ഒന്നിച്ചുകൂടിയവര്, നിശ്ചയിച്ചു ഉറപ്പിച്ചു വന്നവരാണ്. എന്തിനു വേണ്ടിയിട്ട്? യുജുത്സവ, യുദ്ധം ചെയ്യാൻ കൊതിച്ചുകൊണ്ട്, യുദ്ധം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെ? കാരണം ക്ഷത്രിയന്മാരുടെ വിനോദമാണ്, അല്ലെങ്കിൽ അവരുടെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. അവർക്ക് സ്വർഗലോകത്തിൽ എത്തിച്ചേരുവാനായിട്ട്, വീരസ്വർഗം പ്രാപിക്കുവാനുള്ള ഒരു ഉപായമാണ് യുദ്ധം. യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാലോ അവർക്ക് സമ്പത്തും ഐശ്വര്യവും പദവിയും സ്വർഗതുല്യമായിട്ടുള്ള ഭൂമി നേടാം. മരിച്ചു കഴിഞ്ഞാല് വീരസ്വർഗം പ്രാപിക്കാം. രണ്ടും അവർക്ക് പ്രയോജനകരമാണ്. അതുകൊണ്ട് ആ യുദ്ധം ചെയ്യുവാനായിട്ട് വിഷമിച്ചിട്ടല്ല അവർ വന്നിരിക്കുന്നത്, ബുദ്ധിമുട്ടിയിട്ടല്ല, കരഞ്ഞിട്ടല്ല അവർ വന്നിരിക്കുന്നത്. സന്തോഷിച്ചുകൊണ്ട് നമുക്ക് സ്വർഗഭൂമിയിൽ എത്താനായിട്ട് സാധിക്കും, ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരില്ല എന്ന് മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടെല്ലാം പറഞ്ഞിട്ടാണ് ഇവരെല്ലാം യുദ്ധത്തിന് വന്നിരിക്കുന്നത്. അവർക്കും വിഷമമില്ല. ആര്യപുത്ര ജയിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടാണ്, ആരതി ഒഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെയും പറഞ്ഞയക്കുന്നത്. ഇപ്രകാരം യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ആരൊക്കെയാണ്? മാമക, എന്റെ പുത്രന്മാര്. ആരാണ്? കൗരവര്, ദുര്യോധനനും ദുശാസനും തുടങ്ങിയിട്ടുള്ള ആളുകളും അവരുടെ പക്ഷക്കാരും 11 അക്ഷൗഹിണി സേനയും, പാണ്ഡവാശ്ച ഏവ, എന്റെ സഹോദരനായിട്ടുള്ള ആ പാണ്ഡു മഹാരാജാവിന്റെ പുത്രന്മാരായിട്ടുള്ള പാണ്ഡവരും, യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ തുടങ്ങിയിട്ടുള്ള ആളുകളും അവരുടെ പക്ഷക്കാരും, കിം അകുർവത, എന്താണ് ചെയ്തത്? എന്തു ചെയ്തു? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല ചോദിക്കുന്നത്. എന്താണ് ചെയ്തത്? അവരെന്താ ചെയ്തത്? സഞ്ജയ, അല്ലയോ സഞ്ജയ, വിശദമായിട്ട് ഉത്തരം പറയൂ. ആരാണ് സഞ്ജയൻ? ഖവൽഗണൻ എന്നറിയപ്പെടുന്ന ഒരു സൂതന്റെ പുത്രനാണ്. യുധിഷ്ഠിര മഹാരാജാവിന്റെ ഏകദേശം പ്രായം തന്നെയുണ്ട്. കാരണം വേദവ്യാസ മഹർഷി തന്റെ പുത്രനായ, തന്റെ ശുക്ലത്തിൽ നിന്ന്, തന്റെ രേതസിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിന് വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു, പാണ്ഡു മഹാരാജാവിനും വിതുരർക്കും എല്ലാവർക്കും. ആ സമയത്ത് കൊട്ടാരത്തില് ഇവരുടെ സേവകനായിരുന്നു, അതായത് ഇദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള നമ്മുടെ രാജാക്കന്മാർക്ക് അവിടെ രഥങ്ങളെല്ലാം തെളിയിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഖവൽഗണൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ചെറിയ കുട്ടി അവിടെ അച്ഛനെ സഹായിക്കാനായിട്ട് അച്ഛന്റെ കൂടെ അവിടെ കൊട്ടാരത്തിലെത്തുമായിരുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് ഈ വേദശാസ്ത്ര പുരാണങ്ങളിലെല്ലാം, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം താല്പര്യം തോന്നി. അദ്ദേഹം തന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ തൊഴിലിനോട് താല്പര്യമില്ല, എനിക്ക് കുറച്ച് അറിവ് നേടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വേദവ്യാസ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷി, ഒരു കാര്യം അങ്ങയോട് അഭ്യർത്ഥിക്കാനുണ്ട്. എന്റെ പുത്രന് ഇതെല്ലാം പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. വേദവ്യാസ മഹർഷി പറഞ്ഞു, അതിനെന്താ, നാളെ തന്നെ അവരുടെ കൂടെ ചേർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ പുത്രന്മാരെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഖവൽഗണന്റെ പുത്രനായിട്ടുള്ള സഞ്ജയനെയും വേദശാസ്ത്ര പുരാണങ്ങളുമെല്ലാം, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം വേദവ്യാസ മഹർഷി പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഗുരുദക്ഷിണയുടെ സമയം വന്നപ്പോൾ വേദവ്യാസ മഹർഷി ഒരു കാര്യം പറഞ്ഞു, അല്ലയോ സഞ്ജയ, ഒരു കാര്യം മാത്രം അങ്ങ് ജീവിതത്തിൽ മരണം വരെ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. എന്റെ പുത്രനായിട്ടുള്ള, എന്റെ രേതസിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ ധൃതരാഷ്ട്ര മഹാരാജാവ് ജന്മന അന്ധനാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പുത്രന്മാരോടുള്ള വാത്സല്യം മൂലം ചിലപ്പോൾ കുലത്തിന് തന്നെ ഹേതു വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴാണ് മഹാരാജാവായിട്ട് സ്ഥാനമേറ്റെടുക്കുന്നത്, ആ സമയത്ത് നീ അദ്ദേഹത്തിന്റെ ഉപദേശകനായിട്ട്, അദ്ദേഹത്തിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിട്ട്, തേരാളിയായിട്ട്, മുഖ്യമന്ത്രിയായിട്ട്, പ്രധാനമന്ത്രിയായിട്ട് നീ കൊട്ടാരത്തിൽ കഴിയണം. എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ കഴിയണം. അദ്ദേഹം അധർമ്മികളുമായിട്ട് ഒരു തരത്തിലും കൂട്ടുകെട്ട് വെച്ച് പുലർത്താൻ പാടില്ല. എപ്പോഴാണ് അദ്ദേഹത്തിന് സാഹചര്യം വരുന്നത്, എപ്പോഴാണ് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്, ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത്, അദ്ദേഹം അധർമ്മത്തിലേക്ക് പോകുന്ന സമയത്ത് നീ ധർമ്മമെല്ലാം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി ആചാര്യ, അങ്ങനെ തന്നെ എന്റെ ജീവിതം ഞാൻ ധൃതരാഷ്ട്ര മഹാരാജാവിനും ഈ ഹസ്തിനാപുരം കൊട്ടാരത്തിനു വേണ്ടിയിട്ട് ബലി കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആചാര്യനെ അവിടെ നമസ്കരിച്ചു. അങ്ങനെ തന്റെ ഗുരുദക്ഷിണയായിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിനെയും മക്കളെയും മരണം വരെ ഞാൻ കൂടെ നിൽക്കും, അവർക്ക് ജ്ഞാനം ഉപദേശിക്കും, അവർക്ക് ആധ്യാത്മിക കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് അന്ന് സഞ്ജയൻ ശപഥം ചെയ്തിരുന്നു.
അതുകൊണ്ട് എപ്പോഴും ഈ സഞ്ജയനെ നിങ്ങൾക്ക് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അവസാനം വരെ അവര് വാനപ്രസ്ഥമെല്ലാം സ്വീകരിച്ച് ഹിമാലയ സാനുക്കളിൽ പോയിട്ട് ആ വനത്തിന്റെ തീയിൽ പെട്ട് കാട്ടുതീയിൽ പെട്ട് മരിക്കുന്ന സമയം വരേക്കും ഈ സഞ്ജയൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വിതുരരും അതുപോലെ തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരിയും കുന്തിദേവിയും എല്ലാം ആ വനത്തില് തീയിൽപ്പെട്ട് മരിക്കുകയാണ് അവസാനം ഉണ്ടായത്. ആ സമയത്തും നിങ്ങൾക്ക് സഞ്ജയനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം തന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായിട്ടുള്ള സഞ്ജയനോട് പറഞ്ഞു, അവിടെ എന്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം തുടങ്ങി. മാർഗശീർഷ മാസത്തിലെ ആ ഏകാദശി ദിവസം യുദ്ധം ആരംഭിച്ചു. അതിനുശേഷമാണ് ഇവിടെ ഇത് പറയുന്നത് തന്നെ. പക്ഷെ ഭഗവത്ഗീത വിദ്യാർത്ഥികളായിട്ടുള്ള വൈഷ്ണവരായിട്ടുള്ള നമ്മള് ആ ദിവസം തന്നെയാണ് ഗീത പറയുന്നത്. ലൈവായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ആ മുഖവിദ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പത്തിൽ വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. എന്നാൽ തത്വവിചാരം ചെയ്യുമ്പോൾ അന്യമതക്കാര് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് വിശദീകരിക്കുന്നത്. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ പിന്നെ രണ്ടും ഏകീകരിച്ചു വരുന്നുണ്ട്. ഇപ്രകാരം യുദ്ധം ചെയ്യുവാനായിട്ട് കൊതിച്ചു വന്നിരിക്കുന്ന, യുദ്ധം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആ ധർമ്മസ്ഥലമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയില് അവർ തുടർന്ന് എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് വിശദീകരണമാണ് ശ്രീമദ് ഭഗവത്ഗീതയായിട്ട് സഞ്ജയൻ പറയുന്നത്. ഇവിടെ ഒരു ഗ്രന്ഥത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ മഹാഭാരതമാകട്ടെ, രാമായണമാകട്ടെ, നാരായണീയമാകട്ടെ, അല്ലെങ്കിൽ ഇതിഹാസ പുരാണങ്ങളാകട്ടെ, എല്ലാത്തിലും ആദ്യത്തെ വാക്കോ ആദ്യത്തെ ശ്ലോകമോ ആയിരിക്കും. ഇവിടെ ആദ്യത്തെ വാക്ക് എന്താണ്? ധർമ്മഃ. ഇനി അവസാനത്തെ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ മമ. അല്ലെ, 700-ാമത്തെ ശ്ലോകത്തിന്റെ ഏറ്റവും അവസാനം സഞ്ജയൻ പറഞ്ഞ ശ്ലോകത്തിലെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്താണ്? മമ. മമ ധർമ്മ, എന്റെ ധർമ്മം. ഭഗവത്ഗീത എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? മമ ധർമ്മ, എന്റെ ധർമ്മം. എന്റെ ധർമ്മമാണോ? അല്ല, ആ പറയുന്ന വ്യക്തിയുടെ ധർമ്മം. അല്ലെ, എങ്ങനെയാണ് ധർമ്മിഷ്ഠനാകേണ്ടത്, എങ്ങനെയാണ് ധർമ്മം പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്, എന്താണ് പരധർമ്മത്തിലേക്ക് പോകാതെ സ്വധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്, എപ്രകാരമാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്, ധർമ്മം എന്താണ്, ധർമ്മം അനുഷ്ഠിച്ചാൽ കിട്ടുന്ന പ്രയോജനം, ഗുണം എന്താണ്, അതാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഗ്രന്ഥത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ ഉപദേശങ്ങളുടെയും ആരംഭത്തിൽ പറഞ്ഞ വാക്കിനെ നല്ല ബലമൂനിക്കൊണ്ടായിരിക്കും പിന്നീടുള്ള ശ്ലോകങ്ങളെല്ലാം വരുന്നത്. ധർമ്മം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ധർമ്മം. അല്ലെ, ധർമ്മം ധർമ്മം, അവൻ ഭയങ്കര ധർമ്മക്കാരനാണ്, നീ ദാനധർമ്മം ചെയ്യൂ, നീ അന്നധർമ്മം ചെയ്യൂ, അന്നദാനം ചെയ്യൂ, വിദ്യാദാനം ചെയ്യൂ, ഭഗവത്ഗീത കൊടുക്കൂ, അതാ ഒരു ധർമ്മക്കാരൻ വീട്ടിൽ വന്നിരിക്കണു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് എന്ത്? ധർമ്മം, പുണ്യം, ഭക്തി. ഇതൊക്കെ എന്താണ് ഇതിന്റെ വാക്ക് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഭക്തിരസാമൃത സിന്ധു അല്ലെങ്കിൽ ഉപദേശാമൃതം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ഇതിന്റെ വ്യക്തത മനസ്സിലാവുള്ളൂ. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ല. ശ്രീമദ് ഭഗവത്ഗീതയിലെല്ലാം സൂത്രരൂപേണയാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം പറയുന്നുണ്ട്. ധർമ്മത്തിനെ കുറിച്ചിട്ട് വലിയ വലിയ ഉപദേശങ്ങളെല്ലാം പിന്നീട് 2-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലെല്ലാം നമ്മൾ കാണാനായിട്ട് സാധിക്കും. അല്ലെ, ധർമ്മ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ മൂല്യം. ഒരു വസ്തുവിനെ അതാക്കി മാറ്റുന്നത് ഏതിന്റെ ഉണ്മയാണോ, ഒരു വസ്തുവിന്റെ ഉണ്മയാണ് അതിന്റെ ധർമ്മം, മൂല്യം. ഒരു വസ്തുവിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുമോ, അതാണ് അതിന്റെ ധർമ്മം. ഉദാഹരണത്തിന് സൂര്യന്റെ ധർമ്മമാണ് ചൂടും വെളിച്ചവും, ചൂടും പ്രകാശവും. അഗ്നിയുടെ ധർമ്മമാണ് ചൂടും പ്രകാശവും. അല്ലെ, ജലത്തിന്റെ ധർമ്മമാണ് ഈർപ്പം. അല്ലെ, താണനിലത്തേക്ക് ഓടുന്നത്, ആഗീരണത്വം, എല്ലാ വസ്തുക്കളെയും അത് ആഗീരണം ചെയ്യും. ഇതൊക്കെയാണ് അതിന്റെ ധർമ്മം. അപ്പോ ചോദിക്കും, മനുഷ്യന്റെ ധർമ്മം എന്താണ്? അറിയണല്ലോ. കാരണം ഭഗവത്ഗീത പഠിക്കുന്നത് തന്നെ ധർമ്മം വിളയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ധർമ്മക്ഷേത്രമായിട്ടുള്ള ആ ക്ഷേത്രം, ആ പുണ്യഭൂമിയില് നമ്മൾ ജനിച്ചത് തന്നെ ധർമ്മം വിളയിക്കുവാനാണ്. ധർമ്മം അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ധർമ്മം? അപ്പൊ ധർമ്മത്തെ കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് പറയാണ്, ജഗതസ്ഥിതി കാരണം
പ്രാണീനാം ജഗതസ്ഥിതി കാരണം സകല പ്രാണീനാം അഭ്യുദയ നിശ്രേയസ്യ ഹേതു യശധർമ്മ. എങ്ങനെയാണ് ഏതൊരു പ്രാണികളുടെയും, പ്രാണൻ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പ്രാണനുള്ള ജീവികൾ. നമ്മൾ വിചാരിക്കും പ്രാണി എന്ന് പറഞ്ഞാൽ ഈച്ച, കൊതുക് അതൊക്കെയാണ്. അല്ല, നമ്മളും പ്രാണികളാണ്. കാരണം എന്താണ്? നമുക്ക് പ്രാണനുണ്ട്. പ്രാണനുള്ള സകല ജീവജാലങ്ങളെയും പറയുന്ന ഒരു വാക്കാണ് പ്രാണി. ഇങ്ങനെ സകല ജീവജാലങ്ങളുടെയും ചരാചരങ്ങളുടെയും അഭ്യുദയങ്ങൾക്കും ഉയർച്ചയ്ക്കും നിശ്രേയസ പരമപദപ്രാപ്തിക്കും മോക്ഷത്തിനും യാതൊരു വസ്തുവാണ് ഹേതുവായിട്ട് ഭവിക്കുന്നത്. അതിനെ ധർമ്മം എന്ന് പറയുന്നു. അത് ജഗത്തിന്റെ സ്ഥിതിക്ക് കാരണമായിട്ട് മാറേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞാൽ ഗോസ്വാമിമാരുടെ അടുത്തേക്ക് ശിഷ്യന്മാരെല്ലാം ചോദിക്കുന്ന സമയത്ത് പറയാണ്, ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭഗവാന്റെ പ്രീണനം ചെയ്യാനായിട്ട്, ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ഒരു ജീവാത്മാവ്, ഒരു ജീവസത്ത, ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ദാനധർമ്മം, ദയാധർമ്മം, സനാതനത്വം, അല്ലെ? ഇങ്ങനെ അനേകം ധർമ്മങ്ങളുണ്ട്. നീ സനാതനനാണ്, നിനക്ക് മരണമില്ല, നീ ഉണ്മയാണ്, നീ അനശ്വരമാണ്, നീ ഭൗതികമായിട്ടുള്ളതല്ല, നീ അതീന്ദ്രിയമാണ്, അത് മനസ്സിലാക്കൂ, അങ്ങനെ ജീവിക്കൂ. ദയ കൊണ്ട് ജീവിക്കൂ, ദാനം കൊണ്ട് ജീവിക്കൂ, ദമനം കൊണ്ട് ജീവിക്കൂ, കാരുണ്യം കൊണ്ട് ജീവിക്കൂ. ഇങ്ങനെ ജീവിതത്തിൽ അനേകം ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്രകാരം ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയില് യുദ്ധോത്സകരായിട്ട് ഒന്നിച്ചു കൂടിയിട്ടുള്ള എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരായിട്ടുള്ള പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? കാരണം ധൃതരാഷ്ട്ര മഹാരാജാവിന് ഭയമാണ്. കാരണം എവിടെയാണ് യുദ്ധം നടക്കുന്നത്? ധർമ്മവേദിയില്, ധർമ്മസ്ഥലമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അങ്ങനെ ധർമ്മവേദിയായിട്ടുള്ള ധർമ്മക്ഷേത്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുമ്പോൾ ആരാണ് ജയിക്കുക? ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ. തന്റെ പുത്രന്മാർക്ക് ആ യോഗ്യതകളൊന്നും തന്നെയില്ല, ദുരാചാരികളാണ്, അസന്മാർഗികളാണ്, അല്ലെ? യാതൊരു തരത്തിലുള്ള ഈശ്വരവിശ്വാസമോ ബഹുമാനമോ ഒരു നല്ല മനുഷ്യർക്കുള്ള യാതൊരു ഗുണഗണങ്ങളോ തന്റെ പുത്രന്മാർക്കില്ല എന്ന് ആർക്കറിയാം? എല്ലാവരെക്കാളും കൂടുതൽ ധൃതരാഷ്ട്ര മഹാരാജാവിന് അറിയാം. അതുകൊണ്ട് ആ പുണ്യഭൂമിയായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയായിട്ടുള്ള ധർമ്മക്ഷേത്രമായിട്ടുള്ള വേദിയെ കുറിച്ചിട്ട് ആശങ്കാകുലനാണ് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ്. ഇനി എൻ്റെ പുത്രന്മാരെങ്ങനും തോറ്റുപോയോ? അല്ല, അവരിനി ഒത്തുതീർപ്പുണ്ടാക്കിയോ? ഗോവിന്ദൻ മഹാകൗശലക്കാരനാണ്, അല്ലെ? ഇനി അവിടെ എങ്ങനും വെച്ച് അവര് ഭീഷ്മ പിതാമഹൻ നിലംപതിച്ച സമയത്ത് മതി, ഞങ്ങളുടെ സർവ്വസൈന്യാധിപൻ കൊല്ലപ്പെട്ടു, ഇനി ഞങ്ങളുടെ ശക്തിയെല്ലാം ചോർന്നുപോയി, യുദ്ധം നിർത്താൻ നമുക്ക്, നിങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ തന്നിരിക്കുന്നു, അല്ല ഞങ്ങളുടെ പൂർണ്ണരാജ്യവും ഹസ്തിനാപുരവും കൂടി തന്നിരിക്കുന്നു എന്നെങ്ങനും എൻ്റെ വിഡ്ഢിയായിട്ടുള്ള ദുര്യോധനൻ പറഞ്ഞുവോ എന്നുള്ളൊരു ചിന്ത ആർക്കുണ്ട്? ധൃതരാഷ്ട്ര മഹാരാജാവിനുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തില് ആ കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള കുടിലതന്ത്രജ്ഞനായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ചോദ്യത്തില് അത് അവിടെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് വേദവ്യാസ മഹർഷിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരൂ. ആ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയില് യുദ്ധം ആരംഭിച്ചില്ലേ? യുദ്ധം കൊടുമ്പിരി കൊണ്ടില്ലേ? എൻ്റെ പുത്രന്മാരും ഇപ്പോഴും യുദ്ധം ചെയ്യുന്നില്ലേ? അതോ അവര് യുദ്ധം മതിയാക്കിയോ? അവരുടെ ആ ധർമ്മസ്ഥലത്തിനനുസരിച്ചിട്ട് അവരുടെ മനസ്സിന് വല്ല വ്യത്യാസം വന്നു. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു, യാതൊരു പുണ്യസ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപമെല്ലാം നശിച്ച് നമ്മുടെ ദുരാചാരമെല്ലാം മാറ്റി നമ്മളെ സന്മാർഗികളായിട്ട് ആ നല്ല വ്യക്തികളായിട്ട് മാറ്റുന്ന ഒരു സ്ഥലമാണ് ധർമ്മക്ഷേത്രം. അങ്ങനെയുള്ള ധർമ്മക്ഷേത്രത്തില് 1-2 ആഴ്ച താമസിച്ചപ്പോൾ ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിക്കുമെല്ലാം നല്ല ബുദ്ധി തോന്നി തുടങ്ങിയോ സഞ്ജയ? അല്ല, അവര് പഴയ ആൾക്കാർ തന്നെയാണോ? എന്തിനാ അച്ഛനെ തല്ലുന്നത്? ഞാൻ നന്നാവില്ല, അങ്ങനത്തെ സ്വഭാവക്കാര് തന്നെയാണോ ഇപ്പോഴും? അതോ അവർക്ക് മാറ്റം വന്നോ? യുദ്ധം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്നതെന്ന് നമ്മൾ ഭഗവത്ഗീത വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇപ്രകാരം ആ ധർമ്മം നിർണയിക്കാനുള്ള ഇടമാണ് നമ്മുടെ കുരുക്ഷേത്ര ഭൂമി. കാരണം ധർമ്മത്തിന്റെ സൂക്ഷ്മഗതി നിഗൂഢമാണ്. ഗഹനോ കർമ്മണോ ഗതിഹി ഇനി പറയാൻ പോകുന്നുണ്ട് 3-4 അധ്യായത്തില്. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് എന്താണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ദുര്യോധനനും ദുശാസനനും എന്തു സംഭവിച്ചു? ഭീഷ്മ പിതാമഹനും നിലംപതിച്ചുവോ? വീരശൂര പരാക്രമിയാണ്, ഇന്ന് വരെ തോൽവി അറിഞ്ഞിട്ടില്ല. കാശി രാജാവിന്റെ പുത്രികളായിട്ടുള്ള അംബിക, അംബാലികയെ
അതായത് തന്റെ മാതാവിനെ എല്ലാം പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് എത്രയോ രാജാക്കന്മാരെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് തോൽപ്പിച്ചത്. അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹൻ എന്റെ മുത്തച്ഛൻ വീണുവെന്നു എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സഞ്ജയ. എന്ത് സംഭവിച്ചു? ആരാണ് അദ്ദേഹത്തെ നിലം പതിച്ചത്? എന്ത് ബുദ്ധി കൊണ്ടാണ്? നേരിട്ടിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കൗശലം പ്രയോഗിച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ നിലം പതിച്ചത്. നീ യുദ്ധമെല്ലാം കണ്ടതല്ല ആദ്യത്തെ ദിവസം മുതൽ സഞ്ജയ, നീ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരൂ എന്നാണ് ഇവിടെ ആ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുന്നത്. നോക്കൂ, ഇവിടെ ധർമ്മത്തിനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതില് കൂടുതലും നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വാക്യത്തില് മമധർമ്മ, ധർമ്മത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ പ്രതിപാദിക്കാൻ പോകുന്നത്. പക്ഷെ ആ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. കാരണം ഗഹനമാണ് ധർമ്മത്തിന്റെ ആ ഗതി, ധർമ്മത്തിന്റെ ആ ഒരു നിർവചനം വളരെ ഗഹനമാണ്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് മൂന്നക്ക സംഖ്യ കൊണ്ട് ഗുണിക്കാനോ ഹരിക്കാനോ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സംഖ്യകൾ കൊണ്ട് 1-ാം ക്ലാസ്സില് 2-ാം ക്ലാസ്സിലെ 3-ാം ക്ലാസ്സിലെ എല്ലാം നമ്മളെ ഗുണനപ്പട്ടിക, പെരുപട്ടിക, ആ എഞ്ചുവടി എല്ലാം പഠിപ്പിക്കും. എന്നിട്ട് പതുക്കെ പതുക്കെയാണ് നമ്മളെ ആ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ആ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആ വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു ശൈലി തന്നെയാണ് ഇവിടെ ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയില്. പ്രധാനമായിട്ടും 5 വിവരങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇതിൽ ആദ്യം പറയുന്നത്. പരമാത്മാവ് അഥവാ ഈശ്വരൻ, ജീവാത്മാവ്, ജീവസത്ത, പിന്നെന്താണ് പ്രകൃതി, ഭൗതിക പ്രകൃതിയെ കുറിച്ചും ആധ്യാത്മിക പ്രകൃതിയെ കുറിച്ചും പറയുന്നു. കാലം, കാലത്തെ കുറിച്ച്, സമയം, സമയത്തെ കുറിച്ച് പറയുന്നു. ഓരോ അതലവിതല തലാതല ലോകങ്ങളെ കുറിച്ചും അത് മുകളിലോട്ട് പോകുന്ന വ്യവസ്ഥകളെ കുറിച്ചും പറയുന്നു. കർമ്മത്തെ കുറിച്ച് പറയുന്നു. സ്വന്തം ധർമ്മമായിട്ടുള്ള കർമ്മം, സ്വകർമ്മം, വികർമ്മം, വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ വലിയ പ്രയോജനമില്ല, എന്നാൽ ചെയ്തില്ലെങ്കിലോ പാപം വന്നു ചേരുകയും ചെയ്യും. അങ്ങനെയുള്ള അകർമ്മത്തെ കുറിച്ചും പറയുന്നു. നിത്യകർമ്മത്തെ കുറിച്ച് പറയുന്നു. നൈമിത്തിക കർമ്മത്തെ കുറിച്ച് പറയുന്നു. ഫലാസക്തിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുന്ന കാമ്യകർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ സകല കർമ്മങ്ങളെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ വരാൻ സാധിക്കുന്നത്. ഭൗതിക പ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ ഭൗതിക പ്രകൃതിയെ കുറിച്ചും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ചും പറയുന്നു. സത്വഗുണത്തെ കുറിച്ച്, രജോ ഗുണത്തെ കുറിച്ച്, തമോ ഗുണത്തെ കുറിച്ച്. ഇങ്ങനെ വളരെ താത്വികമായിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നൽകുന്നത്. എല്ലാവരും അംഗീകരിച്ചതാണ്. ഭാരതീയരായിട്ടുള്ള തത്വചിന്തകന്മാരും ഋഷീശ്വരന്മാരും മുനിമാരും യോഗികളും വിദേശികളായിട്ടുള്ള സ്പേസും മാക്സ് മുള്ളറും അല്ലെങ്കിൽ വില്യം വേർഡ്സ്വർത്തും ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും തുടങ്ങി സകലരും സ്വായത്തമാക്കിയിട്ടുള്ള, സകലരും കെട്ടിപ്പിടിച്ചു നടക്കുന്ന, എന്തിനധികം 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ റഷ്യൻ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പ്രസിഡന്റിന് എന്താ കൊടുത്തത്? ശ്രീമദ് ഭഗവത്ഗീത. കാരണം നമ്മുടെ ഭാരതീയർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും വിലയേറിയ രത്നത്തെക്കാളും വിലമതിക്കുന്ന നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, ഈ ഒരു ആധ്യാത്മിക ജ്ഞാനത്തെക്കാൾ പവിത്രമായിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള ഒരു സാധനം നമുക്ക് ഭൂമിയിലില്ല. അതാണ് നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത. ആലോചിച്ച് നോക്കൂ, അത്രയും പവിത്രമാണ്. ഒരു തട്ടില് ശ്രീമദ് ഭഗവത്ഗീതയും മറ്റൊരു തട്ടില് എല്ലാ ഗ്രന്ഥങ്ങളും, ഇനി അന്യമത ഗ്രന്ഥങ്ങളും വെച്ചോളൂ നിങ്ങൾ. ഇതിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. മഹത്വാത് ഭാരവത്വാത്താത്, മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും. അതിങ്ങനെ അതിന്റെ കാരണം അത്രയും മൂല്യമാണ്. സകലതും ലോകത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന, എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്ന സകല തത്വശാസ്ത്രങ്ങളും ഏതിലടങ്ങിയിട്ടുണ്ട്? ശ്രീമദ് ഭഗവത്ഗീതയിലുണ്ട്. വെറും 700 ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ അതിനെ വിസ്തൃതമായിട്ട് വേദവ്യാസ മഹർഷിയുടെ കരവിരുതിലൂടെ, കാരണം സാഹിത്യ അവതാരമാണ്, അദ്ദേഹത്തിന് മാത്രമേ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പലരും ചോദിക്കും, നോക്കൂ, യുദ്ധം ആരംഭിച്ചിട്ടല്ലേ ഇത് പറയുന്നത്? വെറും ഞങ്ങൾക്ക് ചൊല്ലാൻ തന്നെ ചിലപ്പോൾ ഗീതാ ജയന്തിക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ പ്രഭു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ കാലമാണ്, ഭഗവാൻ സമയമാണ്, ഭഗവാൻ ധർമ്മമാണ്. ഭഗവാൻ സമയത്തിനെ പിടിച്ചു നിർത്തി. മറ്റുള്ളവർക്കൊന്നും സമയം പോയത് അറിഞ്ഞില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഭഗവാൻ ഇതെല്ലാം മുഴുവൻ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞു ഭഗവാൻ വെറും 574 ശ്ലോകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അതിൽ തന്നെ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ വേദവ്യാസ മഹർഷി ബുദ്ധിമാനാണ്. നേരത്തെ പറഞ്ഞു മറ്റുള്ളവരുടെ മനോഗതം കൂടി അറിയുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്.
അതുകൊണ്ടാണ് വേദവ്യാസോ ഭഗവാൻ ഋഷിഹി അനുഷ്ടുപ് ചന്ദഹ ശ്രീമന്നാരായണോ. കേട്ടിട്ടില്ലേ നിങ്ങള്? ആ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോ ഭഗവാന്റെ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള വേദവ്യാസ മഹർഷി, ഭഗവാന്റെ സകല ഗുണങ്ങളും കിട്ടിയിട്ടുള്ള. എന്നാ ഭഗവാനാണോ? അല്ല, ഭഗവാന്റെ സകല ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് വേദവ്യാസ മഹർഷിയെയും നാരദ മഹർഷിയെയും ചില സമയത്ത് ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ശ്രീമദ് ഭാഗവതം പരിശോധിക്കുകയാണെങ്കിൽ കാണാം. കാരണം എന്താണ്? അവര് ഭാഗവതോത്തമന്മാരാണ്, ഭഗവാന്റെ സകല ഗുണങ്ങളും അവരിലുണ്ട്. അതുകൊണ്ട് ബഹുമാന സൂചകമായിട്ട് നിങ്ങൾ അവരെ ഭഗവാൻ എന്ന് വിളിച്ചോളൂ, വിരോധമില്ല. പക്ഷെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ വേറെയാണ്. അതാണ് എപ്പോഴും നമ്മുടെ ശിലപ്രഭുപാദര് ഭഗവാൻ ഈശ്വരൻ എന്ന് പറയാതെ ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ ഒരു ആശയക്കുഴപ്പം വരും അല്ലെ? കാരണം സകല ഗ്രന്ഥങ്ങളിലും വേദവ്യാസ മഹർഷിയെയും വസിഷ്ഠ മഹർഷിയെയും നാരദ മഹർഷിയെയും അതുപോലെ ആ ഭഗവാന് തുല്യമായിട്ടുള്ള ഐശ്വര്യാദി സദ്ഗുണങ്ങളോട് കൂടിയിട്ടുള്ള മറ്റുള്ളവരെയും ചിലപ്പോ, പക്ഷെ ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശശ്രിയ ജ്ഞാനവൈരാഗ്യോശ്ചൈവ ക്ഷണാം ഭഗ ഇതീരണ എന്ന് വേദവ്യാസ മഹർഷിയുടെ പിതാവായിട്ടുള്ള പരാശര മഹർഷി ഭഗവാൻ എന്ന പദത്തിന് നിർവചനം നൽകിയിട്ടുണ്ട് പത്മപുരാണത്തില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയും പറയാൻ പറ്റില്ല. എന്നാലോ ആ ഭഗവാനെ സേവിക്കുന്നവർ, ഭഗവാന്റെ കൂടെ നിൽക്കുന്നവർ, ഭഗവാന്റെ ലീലകളും ഗുണങ്ങളുമെല്ലാം വാഴ്ത്തിപ്പാടുന്നവർ, ഭഗവാന്റെ സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചവർ എന്ന അർത്ഥത്തില് ഇവരെയെല്ലാം ബഹുമാനം കൊണ്ട് നമ്മൾ ഭഗവാൻ എന്ന് പറയും. അതാണ് ഇവിടെ അത്. ഇങ്ങനെയുള്ള വേദവ്യാസ മഹർഷി ഭഗവാന്റെയും അർജുനന്റെയും മനോഗതം മനസ്സിലാക്കിയിട്ട് അവർ ഇതായിരിക്കും സൂചിപ്പിച്ചത്. ഉദാഹരണത്തിന് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളും അതായത് ഭാര്യയും ഭർത്താവും മകനും ചെറിയൊരു കുട്ടിയും. ആ സമയത്ത് ഒരു സുഹൃത്ത് വന്നു വീട്ടിലേക്ക്. സുഹൃത്ത് വന്നു, അവിടെ വർത്താനം പറയാനായിട്ട് ആരംഭിച്ചു. ഭാര്യ പോയി ചായയും കാപ്പിയും ബിസ്ക്കറ്റും അവലൂസുണ്ടയും ചിപ്സും എല്ലാം വെച്ചു. പുത്രൻ പെട്ടെന്ന് തന്നെ ആ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചിപ്സും എടുക്കാനായിട്ട് നോക്കുമ്പോ പിതാവ് അദ്ദേഹത്തിന്റെ ആ കണ്ണിലേക്ക് നോക്കും അല്ലെ? അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. എടുക്കരുത്, നീ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നത്, ഒരു അതിഥി വന്നിരിക്കുമ്പോഴാണോടാ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ശരിയല്ല? അങ്ങനെ കുട്ടി പെട്ടെന്ന് കൈവലിക്കും. ഓ, ഭാര്യയ്ക്ക് ആശ്വാസമായി, കുട്ടി അച്ഛന്റെ വാക്കുകൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഭാര്യ ആ ഭർത്താവിന്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കും. ഇപ്പൊ ഒന്നും പറയണ്ട കേട്ടോ, ആള് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കരുത് എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. നോക്കൂ, വെറും ആക്യം കൊണ്ട്, വാചകങ്ങളില്ലാതെ, വാക്കുകളില്ലാതെ ഇവര് മൂന്നുപേരും തമ്മിലുള്ള സംഭാഷണം നമുക്ക് മനസ്സിലായി. അപ്പോ വേദവ്യാസ മഹർഷി, ബുദ്ധിമാനായിട്ടുള്ള വേദവ്യാസ മഹർഷിയുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ അദ്ദേഹം ദിവ്യനേത്രങ്ങൾ കൊണ്ട് ദിവ്യചാക്ഷുഷി മന്ത്രം ഉപയോഗിച്ച് അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്നതെല്ലാം വളരെ വിശുദ്ധമായിട്ട് എഴുതി നമുക്ക് തന്നു. അതിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ട് ഇത് ചെയ്യണം. ഇതാണ് ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാനായിട്ട് അവിടെ യുദ്ധോത്സകരായിട്ട് ഒന്നിച്ചുകൂടിയിട്ടുള്ള എൻ്റെ പുത്രന്മാരായിട്ടുള്ള ആ കൗരവരും എൻ്റെ സഹോദരന്മാരായിട്ടുള്ള പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? നോക്കൂ, ഒരു രാജാവ് എപ്രകാരമായിരിക്കണം, ഒരു മഹാരാജാവ് എപ്രകാരമായിരിക്കണം, രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി എപ്രകാരമായിരിക്കണം? സമഭാവനയോട് കൂടിയിട്ടായിരിക്കണം സർവജനങ്ങളെയും കാണേണ്ടത്. ഒരു നാമഘട്ട ലീഡർ എപ്രകാരമായിരിക്കണം? അവിടെ വരുന്ന സകല ഭക്തന്മാരെയും, ദീക്ഷ എടുത്തവരെയും ദീക്ഷ എടുക്കാത്തവരെയും, ആ നമ്മുടെ മാസവരുമാനം തരുന്ന മാസവരി സംഖ്യ തരുന്നവരെയും തരാത്തവരെയും അല്ല, കീർത്തനം ചൊല്ലുന്നവരെയും ചൊല്ലാത്തവരെയും, ജപിക്കുന്നവരെയും ജപിക്കാത്തവരെയും, പ്രസാദം ഉണ്ടാക്കുന്നവരെയും ഉണ്ടാക്കാത്തവരെയും, മടിയന്മാരെയും അല്ലെ, തന്നെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നവരെയും നടക്കാത്തവരെയും, സ്തുതിഗീതങ്ങൾ പാടുന്നവരെയും സമഭാവനയോട് കൂടിയിട്ട് കാണണം. പക്ഷെ ഇവിടെ ഒരു ഭരണാധികാരി, അന്ധകാരം ബാധിച്ച, അജ്ഞത ബാധിച്ച, അന്ധത ബാധിച്ചിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് എന്താണ് പറയുന്നത് തന്റെ വാക്കുകളിൽ കൂടെ? മാമക, എൻ്റെ പുത്രന്മാർ, എന്റേത് കഴിഞ്ഞു. ചക്രവർത്തി പദം ഉപേക്ഷിക്കേണ്ടി വരും അദ്ദേഹത്തിന്. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും എങ്ങനെ കാണേണ്ടത്? ഒരുപോലെ കാണണം. തൻ്റെ മകനുണ്ടായിരിക്കും, തൻ്റെ മകളുണ്ടായിരിക്കും, സഹോദരി സഹോദരന്മാരുടെ മക്കളുണ്ടായിരിക്കും, പലരുണ്ടായിരിക്കും. അവരോടെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭാവമാണ് സൂചിപ്പിക്കുന്നത്. അവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നു. എൻ്റെ ബന്ധുവാണ്, എൻ്റെ മകനാണ്, അവനെനിക്ക് നല്ല പോലെ പഠിപ്പിക്കണം. ആ അധ്യാപകൻ മരിച്ചു.
അതുപോലെ ഇവിടെ എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്റെ പുത്രന്മാരും അവരുടെ പക്ഷക്കാരും, വേറെ പക്ഷക്കാര്, ഈ പക്ഷക്കാര്, പ്രതിപക്ഷ പക്ഷക്കാര്, മറുപക്ഷ പക്ഷക്കാര് എന്നുള്ള ഒരു വിവേചനം വന്നതോടുകൂടി ധൃതരാഷ്ട്ര മഹാരാജാവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ആ പുത്രന്മാരോടുള്ള മമത്വബോധമാണ്, സ്നേഹമാണ് ഇത്രയും വളരെ വലിയൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചത് തന്നെ. ജനിച്ചപ്പോ തന്നെ പറഞ്ഞു, അപകടമാണ്, കുറുനരികൾ ഓരിയിടുന്നു, കുറുക്കന്മാരും ചെന്നായ്ക്കളും കഴുകന്മാരുമെല്ലാം വട്ടമിട്ട് പറക്കുന്നു, നമുക്ക് വേണ്ട. വേദവ്യാസ മഹർഷി പറഞ്ഞു. പക്ഷെ പുത്രസ്നേഹത്താൽ ഗാന്ധാരിയും ഇവിടെ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവും വേണ്ട, കുട്ടികളെ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് സദ്ബുദ്ധി എല്ലാം കൊടുത്ത് അവരെ വളർത്താം, അങ്ങ് പേടിക്കേണ്ട എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അവരുടെ അജ്ഞാനവും അവരുടെ ദുരാചാരങ്ങളും കൂടി വന്നതേ ഉള്ളൂ, ഒരിക്കലും കുറയ്ക്കാൻ സാധിച്ചില്ല. എല്ലാവരും വന്ന് ഉപദേശിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവിന്, ഇത് അവസാനം യുദ്ധത്തിലേക്കാണ് കൊണ്ടുപോകുക, ഇവര് 100 പേര് കാരണം നമ്മുടെ വംശം തന്നെ നശിച്ചു പോകും. വിതുരര്, ഇദ്ദേഹത്തിന്റെ യമധർമ്മന്റെ അവതാരമായിട്ടുള്ള വിതുരര് ഉപദേശിച്ചു, അല്ലയോ ജ്യേഷ്ഠ ധൃതരാഷ്ട്ര മഹാരാജാവേ, കുട്ടികൾ ശരിയല്ല, അവരെ നല്ല വഴിക്ക് നടത്തണം, അല്ലെങ്കിൽ നമുക്ക് അവരെ വധിക്കാം, നമ്മുടെ രാജ്യം രക്ഷപ്പെടും, നമ്മുടെ കുലം രക്ഷിക്കപ്പെടും, നിലനിർത്തപ്പെടുമെന്ന് പറഞ്ഞു. എൻ്റെ മക്കളാണ്, ഒന്നും ചെയ്യരുത്. പുത്ര സ്നേഹത്താൽ അതിനെല്ലാം മൗനസമ്മതം പോലെ. അരക്കെല്ലാം തീയിടുന്ന സമയത്തും, വിഷം കൊടുക്കുന്ന സമയത്തും, കെട്ടിഗംഗയിലേക്ക് വലിച്ചെറിയുന്ന സമയത്തും, ചൂതുകളിയുടെ സമയത്തും, ആ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം സമയത്തും, എല്ലാ സമയത്തും യഥാർത്ഥത്തില് മൗനസമ്മതമാണ് ആര് നൽകിയത്? ധൃതരാഷ്ട്ര മഹാരാജാവ്. കാരണം അന്ധനാണ്, അന്ധത ബാധിച്ചിരിക്കുന്നു. ഇനി ശരി, ഇത്രയധികം സഞ്ജയനുണ്ട്, അതുപോലെ തന്നെ വിതുരരുണ്ട് ഉപദേശം കൊടുക്കാനായിട്ട്. ഉപദേശം ശ്രവിച്ചുവോ? ഇല്ല. എന്നാലോ ഇതെല്ലാം അറിയുന്ന ആളാണ്. വേദവ്യാസ മഹർഷിയുടെ ആ ഭൗതികമായിട്ടുള്ള പുത്രനാണ്, അദ്ദേഹത്തിന്റെ രേതസിൽ നിന്നുണ്ടായതാണ്. ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ടും അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. എന്ത് യുദ്ധത്തിന്റെ സമയത്ത് വേദവ്യാസ മഹർഷി വന്ന് പറയുന്ന സമയത്തും, അല്ലയോ പിതാവേ, അങ്ങ് ചെറുപ്പത്തിൽ പറഞ്ഞതെല്ലാം എനിക്ക് നല്ല പോലെ യഥാവിധി ഓർമ്മയുണ്ട്, യഥാതഥമായിട്ട്. ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും സത്യം, നീതിയും രാജധർമ്മവും എല്ലാം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, അതും പറയുന്നുണ്ട്. നോക്കൂ, എല്ലാം അറിയും. കർണനും അതുപോലെ തന്നെയാണ്, എല്ലാം അറിയും. എന്നിട്ടും അധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. അവിടെയാണ് കുഴപ്പം. ഇങ്ങനെ ധർമ്മം എന്താണെന്നും ആ ഒരു ധർമ്മിഷ്ഠനാവാനായിട്ട് എന്ത് ചെയ്യണമെന്നും ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ച പരമപദപ്രാപ്തിയിൽ എത്തേണ്ടത് എങ്ങനെയാണെന്നും ഇവിടെ യോഗവിദ്യയിൽ കൂടി ബ്രഹ്മവിദ്യയിൽ കൂടി ആ ഒരു വേദാന്ത സാരസർവസ്വമായിട്ടുള്ള ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് ഇവിടെ ഭഗവാൻ വേദവ്യാസ മഹർഷിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് ഇവിടെ. ഹരേ കൃഷ്ണ. അപ്പോ ഇത്രയും വിശദമായിട്ട് ഇത്രയും പ്രതിപാദനം ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം വേറെയില്ല. ശരിക്കും എല്ലാത്തിനെയും യാതൊരു ഗ്രന്ഥം പഠിച്ചാലാണ് ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ഏകമായിട്ടൊരു ശാസ്ത്രം നിങ്ങൾ നല്ല പോലെ പഠിച്ചാൽ മതി. നിങ്ങൾ വേദങ്ങളോ ഉപനിഷത്തുക്കളോ വേദാന്തമോ അല്ലെങ്കിൽ യോഗ സൂത്രങ്ങളോ യോഗശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ 18 പുരാണങ്ങളോ 18 ഉപപുരാണങ്ങളോ 2 ഇതിഹാസങ്ങളോ ഒന്നും നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. സമയം സാഹചര്യം ഉണ്ടെങ്കിൽ വായിച്ചോളൂ. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കേണ്ടത്, വിടാതെ പോകേണ്ടത് എന്താണ്? ശ്രീമദ് ഭഗവത്ഗീത. അതിനെ നിങ്ങൾ നിരന്തരം സ്വാധ്യായം ചെയ്തുകൊണ്ടേയിരിക്കണം. ആരാണ് 18 തവണ സമ്പൂർണമായിട്ട്, അതായത് ശ്ലോകം, അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, പദാനുപദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം ഇതെല്ലാം 18 തവണ വായിക്കുന്നത്, അവൻ മോക്ഷത്തിന് അർഹത നേടുന്നു എന്ന് ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരും അദ്ദേഹത്തിന്റെ ആചാര്യന്മാരെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനി അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ആയിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, പ്രഭു ഇപ്പോഴാണ് ഞങ്ങൾ കേൾക്കുന്നത്, ഇന്ന് മുതൽ ഞങ്ങൾ അതിന് പരിശ്രമിക്കുമെന്ന് വിചാരിച്ചിട്ട് നല്ല ഗീതാ ജയന്തി ആയിട്ടുള്ള ഈ മാസത്തില്, അല്ലെങ്കിൽ പുതുവർഷം വരാനിരിക്കുന്നു, ഹാപ്പി ന്യൂ ഇയർ, അങ്ങനെ പുതുവർഷത്തിൽ നിങ്ങൾ ഒരു സങ്കല്പം എടുക്കുക, ഒരു ശപഥം ചെയ്യുക,
ഞാൻ ഇന്ന് മുതൽ ഒരു ദിവസം മുടങ്ങാതെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ശ്ലോകം നല്ല പോലെ പഠിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു 10 പേജ് ഞാൻ വായിച്ചിരിക്കും. അങ്ങനെ എൻ്റെ മരണത്തിന് മുന്നേ ഞാൻ 18 തവണ ഈ ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം വായിച്ചിരിക്കും എന്നുള്ളൊരു സങ്കല്പം, ദൃഢവിശ്വാസം, ദൃഢപ്രതിജ്ഞ, ശപഥം നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ശ്രീമദ് ഭഗവത്ഗീതയും ആധ്യാത്മിക ഗുരുവും ഭഗവാനും നിങ്ങളെ സംരക്ഷിച്ചിരിക്കും. മരണസമയത്ത് ഭഗവാൻ തന്നെ വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകും പുഷ്പക വിമാനത്തിൽ, ഉറപ്പാണ്. ഗീതാമാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ശ്രീമദ് ഭഗവത്ഗീത സ്വന്തമാക്കുക. ആദ്യം നിങ്ങളുടെ സെന്ററുകളിലെല്ലാം കിട്ടും ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. നമ്മുടെ ഗീതാ ജയന്തി പ്രമാണിച്ച, മാരത്തോൺ പ്രമാണിച്ച ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. എല്ലാവരും വാങ്ങുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വിതരണം ചെയ്യുക. അവരും മോക്ഷപ്രാപ്തിക്ക് വരട്ടെ, അവരെയും നമുക്ക് കൊണ്ടുപോകാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും സുഖം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഒരു വിവാഹത്തിന് പോയി തിരുവനന്തപുരത്ത്, എറണാകുളത്തോ, തൃശ്ശൂരോ, കോഴിക്കോട്, അവിടെ നിങ്ങൾ മാത്രമുള്ളോ? ഇങ്ങനെ ഇരിക്കുക, വല്ല സുഖം ഉണ്ടാവോ? ഒരു സിനിമയ്ക്ക് പോയി നിങ്ങൾ ഒറ്റയ്ക്ക്, വല്ല സുഖം ഉണ്ടാവോ? അല്ലെങ്കിൽ പാർക്കിൽ പോയി, വെള്ളച്ചാട്ടത്തിൽ പോയി, അല്ലെ, തീർത്ഥാടനത്തിന് പോയി, കാശിയിലോ അല്ലെങ്കിൽ ദ്വാരകയിലോ വൃന്ദാവനത്തിന് പോയി, ഒറ്റയ്ക്ക് പോയി, സംസാരിക്കാൻ ആരുമില്ല, സുഖദുഃഖങ്ങൾ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കുടുംബമായി പോകുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികളായിട്ട്, നമ്മുടെ സത്സംഗത്തിൽ എല്ലാവരും കൂടി, അവിടെ ചെന്നാലും കുശുമ്പും കുനിഷ്ടമൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോവാനായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. നിങ്ങൾ ആദ്യം വാങ്ങുക, മറ്റുള്ളവർക്കും വിതരണം ചെയ്യുക, ഇതിന്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെയും ഈ നമ്മുടെ ആദികർത്ത പ്രഭുവിന്റെ സത്സംഗത്തിലേക്ക് കൊണ്ടുവരിക. ഈ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം കേൾക്കാനുള്ള ഭാഗ്യവും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഹരേ കൃഷ്ണ. എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 3ഓ 4ഓ പ്രാവശ്യവും ഈ ശ്ലോകം നല്ല പോലെ വായിക്കുക, ഭാവാർത്ഥം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ 2, 3, 4 ശ്ലോകങ്ങളും വായിച്ചു പഠിച്ചിട്ട് വരണം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇന്നെടുത്തിട്ടുള്ള വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. കൃഷ്ണാമതിരസ്തു. ഹരേ ഞാൻ എപ്പോഴും സംശയിച്ചിരിക്കുന്ന ഈ സഞ്ജയൻ ആരാണ്? സഞ്ജയൻ ഇത് ഇവിടെ ആരാണെന്നുള്ളതാണ് ഞാൻ എനിക്കൊരു ചോദ്യചിഹ്നമായിട്ടുള്ള വന്നിട്ടുണ്ട്. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ തേരാളി, പ്രധാനമന്ത്രി. കൃഷ്ണ പ്രഭുജി, പ്രഭുജി പറഞ്ഞില്ലേ 18ാം യുദ്ധം, അതെന്താ പ്രഭുജി? 18 ദിവസം നീണ്ടു നിന്ന യുദ്ധം. 18. സഞ്ജയന്റെ പിതാവിന്റെ പേര് പ്രഭു എന്താണ്? ഗവൽഗണൻ. ഗവൽഗണൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഗ്രൂപ്പിന് നമുക്ക് ഭഗവത്ഗീത നമുക്ക് സ്വന്തമാവാൻ പോവുകയാണ്. ഭഗവത്ഗീതയുടെ ഓരോ ഒറ്റ ശ്ലോകമാണ് നമ്മൾ ഈ എടുത്ത ക്ലാസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി നമസ്കാരം. പ്രഭുജി 18 തവണ വായിച്ചാൽ ഇങ്ങനെ മോക്ഷ, അത് ആദ്യത്തെ ഒരു അറിവാണ് പ്രഭുജി. ഞാനും ശബ്ദം ഇനി എടുക്കാൻ പോവുകയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ആ ശബ്ദം കാണാതെ പഠിച്ചിരിക്കണം. പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി വായിച്ചാൽ മതി, വെറുതെ വായിച്ചാൽ മതി. തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന മാതിരി അങ്ങോട്ട് വായിക്കുക. ആരും കാണാ പാഠം പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അതിനുള്ള മാനസികാവസ്ഥയോ ബുദ്ധിയോ ഓർമ്മശക്തിയോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പഠിച്ചാൽ വളരെ നല്ലത്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്നിട്ട് അന്തരാമയായിട്ട് നിങ്ങൾക്ക് ആ ബുദ്ധി തരും. ഹരേ കൃഷ്ണ പ്രഭുജി. അതുപോലെ ഒരു സംശയം, നമ്മളിത് വായിക്കുന്നുണ്ട്, എല്ലാവരും പറയും തെറ്റ് പാടില്ല, ശ്ലോകം അങ്ങനത്തെ, അതുകൊണ്ട് നിങ്ങളും പാടില്ല, വായിക്കരുതെന്ന് പറയാം. ഇല്ല, അത് വിഭക്തിയോ ഗ്രാമറോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തല തിരിച്ചിട്ട് വായിക്കുന്ന ഒരാളുടെ അടുത്താണ് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് സബാഷ് വളരെ നന്നായിട്ട് വായിക്കേണ്ടത് പറഞ്ഞത്. അപ്പൊ അത്രയും ഇല്ലല്ലോ നമുക്ക്. തലതിരിച്ചു പിടിച്ച ആ ബ്രാഹ്മണന്റെ അടുത്ത് കണ്ണുനീര് തൂക്കിക്കൊണ്ടുള്ള ആളോട് പറഞ്ഞു, അയ്യോ നീയാണ് പരമഭക്തൻ, നീയാണ് ശരിക്കും വായിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, വായിച്ചോളൂ. തെറ്റൊക്കെ വരും. ഒരു കുട്ടി നടക്കാൻ ആരംഭിക്കുന്ന സമയത്ത് വീഴും, മുറിവ് പറ്റും, ഒടിവ് ചതവുകൾ ഉണ്ടാവും.
ചിലപ്പോ സ്ലിപ്പാവും, പിന്നെയാണ് കുട്ടി നടക്കുന്നതും ഓടുന്നതും ഈ ലോകം കീഴടക്കുന്നതും. അതുപോലെ പതുക്കെ പതുക്കെ വായിച്ചോളൂ, എല്ലാം ശരിയായി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഹരേ മനസ്സിലാക്കി. കൃഷ്ണ പ്രഭു, ഒരു ചോദിച്ചോട്ടെ. ധൃതരാഷ്ട്ര ജന്മന അന്ധനാണെന്നല്ലേ പറയണേ? അപ്പോൾ ധൃതരാഷ്ട്ര 100 പുത്രന്മാരെ മാത്രമേ ധൃതരാഷ്ട്ര കാണുന്നുള്ളല്ലോ, പാണ്ഡവരെ കാണാത്ത എന്താ? അതെങ്ങനെ കാണുന്നേ? അത് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ രജോ ഗുണത്തോട് കൂടിയിട്ട് ജനിച്ചവനാണ്. ഒന്നല്ലെങ്കിൽ ശരി, അദ്ദേഹത്തിന് അന്ധത ബാധിച്ചു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ടുള്ള ധർമ്മപത്നിയായിട്ടുള്ള ഗാന്ധാരി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ചിലപ്പോ ഭർത്താവ് കള്ളുകൂടിയനോ ദുരാചാരിയോ മക്കളെ നോക്കാത്തതോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരന്മാരെ എല്ലാം ഉപേക്ഷിച്ചതായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ധർമ്മപത്നിയാണെങ്കിൽ, ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവളാണെങ്കിൽ, അവള് ആ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നവളാണെങ്കിൽ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം അവളും അന്ധത വരിച്ചു. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അല്ല പ്രഭു, സ്വന്തം 100 മക്കളെ മാത്രമേ പറയുന്നുള്ളല്ലോ, കാണുന്നു പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പാണ്ഡവരെ അവരിപ്പോ കാണാത്ത, അതും മക്കളല്ലേ? അപ്പൊ അതും എന്താ അവര് ആ കണ്ണിൽ കാണാത്ത? സഹോദരന്റെ പുത്രന്മാരാണല്ലോ, അവരുടെ മക്കളല്ലല്ലോ, സഹോദരന്റെ അല്ലേ. വേറൊരാളുടെ പുത്രന്മാരെ എങ്ങനെ സ്വന്തം പുത്രന്മാരായിട്ട് അംഗീകരിക്കുക? ഇപ്പൊ മാതാജി അവിടെ ക്ലാസ്സിലിരിക്കുന്നു, അവിടെ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആരോ പറഞ്ഞു വന്നിട്ട്, അയ്യോ മാതാജിയുടെ മോള് പേരക്കുട്ടി അവിടെ വീണു. മാതാജിക്ക് അയ്യോ എന്റെ കുട്ടി പേരക്കുട്ടീനെ ഞാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നതാ, എനിക്ക് എന്ത് പറയാൻ പറ്റുന്ന പറഞ്ഞ കരച്ചില്. ആരോ വന്ന് പറഞ്ഞു, അല്ലല്ല അത് വേറെ ഏതൊരു മാതാജിയുടെ പേരക്കുട്ടിയെ. മാതാജി പേടിക്കൊന്നും വേണ്ട, മാതാജിക്ക് സന്തോഷായി. കാരണം എന്റെ കുട്ടിയല്ലല്ലോ. അങ്ങനെ എപ്പോഴാണ് എന്റെ നിന്റേത് എന്നുള്ള വേർതിരിവ് വരുന്നത്, അപ്പോൾ അധർമ്മം ഉടലെടുക്കാനായിട്ട് ആരംഭിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗീയതയാണ് ഇവിടെ കാണുന്നത് ആ പാണ്ഡുവിന്റെ. കാരണം തന്റെ മക്കൾക്ക് രാജാധികാരം കിട്ടില്ല. കാരണം പാണ്ഡുവായിരുന്നു മഹാരാജാവ്. അദ്ദേഹം വനവാസത്തിന് പോയ സമയത്ത് തന്നെ കിരീടം ചെങ്കോലൊക്കെ ഏൽപ്പിച്ചതാണ്. എപ്പോഴാണ് യുധിഷ്ഠിരൻ പ്രായപൂർത്തിയായിട്ട് വരുന്നത്, അപ്പോ ഏൽപ്പിക്കണമെന്നുള്ള വ്യവസ്ഥയിൽ അന്ന് മുതൽ ആരംഭിച്ചതാണ് അവരുമായിട്ടുള്ള ആ ഒരു വകഭേദം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരുമിച്ച് കാണാൻ പറ്റില്ല. അതാണ് മാമക പാണ്ഡവാച്ച ഏവ, രണ്ടും വേർതിരിച്ച് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി, ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എത്ര സമയം കൊണ്ടാന്ന് പറയുന്നുണ്ടല്ലോ, അത് മറന്നു. അത് ഇല്ല, എത്ര മണി? അത് നമുക്ക് പറയാൻ പറ്റില്ല മാതാജി. അത് സങ്കല്പം അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ കാലത്തിനെ പിടിച്ചു നിർത്തി. ഭഗവാൻ കാലത്തിനെ പിടിച്ചു നിർത്തിയിട്ട് ആണ് സംസാരിക്കുന്നത്. അപ്പൊ എത്ര സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചൊല്ലുകയാണെങ്കിൽ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ എടുക്കും. ചിലർ കഴിഞ്ഞ മാസത്തില് ഒരു കുട്ടി 1.5 മണിക്കൂർ കൊണ്ട് ചൊല്ലി ലോക റെക്കോർഡ് സ്ഥാപിച്ചു ഇത് പത്രത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 95 മിനിറ്റാ 100 മിനിറ്റ് അങ്ങോട്ട് എടുത്തുള്ളൂ. അത് നമ്മുടെ ഒരു ദീക്ഷ എടുത്തിട്ടുള്ള ഒരാൾ 108 മിനിറ്റ് കൊണ്ട് ചൊല്ലിയിട്ട് അത് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ അതിന്റെ പിന്നാലെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആ തലനാരിയുടെ കീറി പരിശോധിച്ച് അതൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മള് ആ അമൃത് പായസം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഗ്ലാസ് ആണ്, എത്ര അളവുണ്ടെന്ന് നോക്കി നമ്മൾ നോക്കുക. ആരാ വെച്ചത്, ആരാ ഉണ്ടാക്കിയത്, അത് കുടിക്കുക. അതുപോലെ അമൃതാകുന്ന ഭഗവത്ഗീത, ഗീതാമൃതം മഹത്, അത് അങ്ങോട്ട് കുടിക്കുക 5-6 ഗ്ലാസ്, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണം. നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം, നമുക്ക് ഇപ്പൊ ഭഗവത്ഗീത ഭാഗവത ഗംഗാ പ്രവാഹത്തിലുള്ള ഭാഗവതം നമുക്ക് ഓരോ പേജ് വൈസ് നമുക്ക് കിട്ടും. അതുപോലെ ഭഗവത്ഗീതയും നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവത് കൃപ പത്മനാഭസ്വാമിയുടെ കൃപ കൊണ്ട് കിട്ടിയിരിക്കുവാണ്. എല്ലാവരും സീരിയസോടെ ഇത് ഇപ്പൊ വന്നതുപോലെ തന്നെ ഇനി തുടർന്ന് വരിക. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് പോയാൽ ഭഗവത്ഗീത നമുക്ക് പ്രഭുജി പറയും പോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രഭുജിയുടെ കൃപ കൊണ്ട്, ആചാര്യന്മാരുടെ കൃപ കൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വളരെ ഇപ്പൊ വന്നതുപോലെ തന്നെ വരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. മാക്സിമം ഭക്തജനങ്ങളെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. വന്നിട്ടുള്ള പ്രഭുജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ 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 രാമ. കൃപാ സിന്ധുഭ്യോ വിജ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദിക്ക്
जय श्री अनंत पद्मनाभ स्वामी की जय। हरे कृष्णा। थैंक यू वेरी मच प्रभु। हरि बोल। हरे हरे कृष्ण कृष्ण। प्रभु। हरे कृष्ण, थैंक यू प्रभु जी, हरे कृष्ण।